നമസ്കാരം. പെട്രോൾ ഡീസൽ വാഹനങ്ങളും ഇലക്ട്രിക് വാഹനങ്ങളുമെല്ലാം ഒരു പഴങ്കഥയാകാൻ പോവുകയാണ്. നന്ദി പറയേണ്ടത് ടൊയോട്ടയോടാണ്. ടൊയോട്ടയുടെ പുതിയ വാട്ടർ പവേർഡ് എഞ്ചിനോടാണ്. അതായത് വെള്ളമൊഴിച്ച് ഓടുന്ന എഞ്ചിൻ. നമ്മളിൽ പലരും ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിൽ ഒരു എഞ്ചിനെ കുറിച്ച് കേൾക്കുന്നത്. ദ മോസ്റ്റ് എക്കോ ഫ്രണ്ട്ലി എഞ്ചിൻ ഇൻ എക്സിസ്റ്റൻസ്. പക്ഷേ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ 1980കളിലും 90കളിലുമെല്ലാം ഒരുപാട് പേര് വെള്ളമൊഴിച്ച് ഓടുന്ന വാഹനത്തിന്റെ ഐഡിയയുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. കേരളത്തിലെ ഒരു വിദ്യാർത്ഥി, ബാംഗ്ലൂരിലെ ഒരു വ്യക്തി, ഫിലിപ്പൈൻസിലെയും ബ്രസീലിലെയും അങ്ങനെ പല രാജ്യങ്ങളിലെയും പല വ്യക്തികൾ ഈ ഒരു ഐഡിയയുമായി മുന്നോട്ട് വരികയും വെള്ളമൊഴിച്ച് വാഹനം ഓടിച്ച് കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്ന് ഇതിന്റെയെല്ലാം വാർത്തകൾ പത്രത്തിൽ വന്നതായും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ഇവരുടെ ആശയങ്ങളിൽ മാത്രം അവസാനിക്കുകയായിരുന്നു. ഒന്നും ഇതുവരെ പ്രാവർത്തികമാക്കാൻ സാധിച്ചിട്ടില്ല. വാട്ടർ പവേർഡ് എഞ്ചിൻ എന്ന ആശയം പ്രാവർത്തികമായാൽ വാഹന ഇന്ധന ആവശ്യങ്ങൾക്കായി ഫോസിൽ ഫ്യൂളിനെ ആശ്രയിക്കുന്ന സാഹചര്യവും ഇല്ലാതെയാകും. ഇത് നിലവിലെ എണ്ണ കമ്പനികൾക്കും ഫോസിൽ ഫ്യൂളിലൂടെ വരുമാനം കണ്ടെത്തുന്ന രാജ്യങ്ങൾക്കും വലിയൊരു ഭീഷണി തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്രയും കാലം ഇത്തരം ആശയങ്ങളുമായി മുന്നോട്ട് വന്നിരുന്നത് വ്യക്തികൾ മാത്രമായിരുന്നു. ഈ വ്യക്തികളുടെ പ്രൊജക്ടുകൾ ഒന്നും തന്നെ പുറം ലോകം കണ്ടില്ല എന്ന് മാത്രമല്ല, ഈ വ്യക്തികളിൽ പലരെയും കുറിച്ച് പിന്നീട് വിവരമൊന്നും ലഭിക്കുകയും ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഒരു വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനമാണ്. ടൊയോട്ട എന്ന ഭീമൻ കമ്പനിയാണ്. ഇവരെ തൊട്ടുകളിക്കുന്നത് ഒരു രാജ്യത്തിനെ തൊട്ടുകളിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ വാട്ടർ എഞ്ചിന്റെ കാര്യത്തിൽ ഇനിയൊരു തീരുമാനം ഉണ്ടാവുമെന്നുള്ള കാര്യം തീർച്ചയാണ്. ഒന്നെങ്കിൽ വാട്ടർ എഞ്ചിൻ വാഹനങ്ങൾ ലോക നിരത്തുകളിൽ ഓടിത്തുടങ്ങും, അല്ലെങ്കിൽ മൂന്നാം ലോക മഹായുദ്ധത്തിനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല. ലോകം അവസാനിക്കാൻ പോകുന്നതിനുള്ള കാരണം വെള്ളമായിരിക്കുമെന്ന് പണ്ടാരോ പ്രവചിച്ചതായി ഈ സമയത്ത് ഓർത്തു പോവുകയാണ്. ടൊയോട്ട ഈയിടെ പുറത്തുവിട്ട വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. പല സോഴ്സുകളിൽ നിന്നാണ് ഞാൻ ഈ വാർത്ത ശേഖരിച്ചിരിക്കുന്നത്. അവരോടൊക്കെയുള്ള എന്റെ കടപ്പാട് ഞാൻ ഈ വീഡിയോയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ടൊയോട്ടയുടെ ഈ വാട്ടർ പവേർഡ് എഞ്ചിൻ താരതമ്യേന FCEV എന്ന് വെച്ചാൽ ഫ്യൂവൽ സെൽ ഇലക്ട്രിക് വെഹിക്കിൾ പോലെ തന്നെയാണ്. അതായത് ഏകദേശം ഒരു വർഷം മുന്നേ ഇന്ത്യയിൽ പൈലറ്റ് ലോഞ്ച് ചെയ്ത ടൊയോട്ടയുടെ മിറായി കാർ പോലെ, അല്ലെങ്കിൽ ഹൈഡ്രജൻ പവേർഡ് ഇന്റേണൽ കമ്പ്യൂഷൻ എഞ്ചിൻ പോലെ. അതായത് ടൊയോട്ട ഈ അടുത്ത് വികസിപ്പിച്ചെടുത്ത 1.6 ഹൈഡ്രജൻ 3 സിലിണ്ടർ പോലെ. ഈ ഒരു വാട്ടർ പവേർഡ് എഞ്ചിന്റെ കണ്ടുപിടുത്തം ലോകത്തിലെ ഏതൊരു സാധാരണ മനുഷ്യർക്കും സഹായകരമാവുന്ന രീതിയിലുള്ള വലിയൊരു മാറ്റമാണ് സൃഷ്ടിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതുമായി ബന്ധപ്പെട്ട് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവം വളരെ ചുരുക്കി ഞാൻ പെട്ടെന്ന് പറയാം. വെള്ളമൊഴിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഒരു എഞ്ചിൻ 1935-ൽ ചാൾസ് എച്ച് ഗാരറ്റ് എന്നൊരു അമേരിക്കക്കാരൻ കണ്ടുപിടിച്ചിരുന്നു. പക്ഷേ പുതിയ ഊർജ്ജ സ്രോതസ് എന്ന നിലയ്ക്ക് ഈ ഒരു ആശയം വ്യാവസായികമായി അവതരിപ്പിക്കുന്ന കാര്യത്തിൽ ഗാരറ്റിന് വിജയിക്കാൻ സാധിച്ചില്ല. അതിനുശേഷം 1990-ൽ സ്റ്റാൻലി ഏലൻ മേയർ എന്ന മറ്റൊരു അമേരിക്കക്കാരൻ വാട്ടർ ഫ്യൂൽ സെൽ എന്നൊരു ഐഡിയയുമായി മുന്നോട്ട് വന്നിരുന്നു. വെള്ളത്തിനെ വിഘടിപ്പിച്ച് അതിലടങ്ങിയിരിക്കുന്ന മൂലകങ്ങളായ ഹൈഡ്രജനെയും ഓക്സിജനെയും തമ്മിൽ വേർതിരിച്ച് ആ ഹൈഡ്രജൻ കത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ഊർജ്ജം ഉപയോഗിച്ചായിരുന്നു വാഹനത്തിന്റെ എഞ്ചിൻ പ്രവർത്തിപ്പിച്ചിരുന്നത്. ഇതേ രീതിയിൽ ആലൻ മേയർ ഒരു ചെറിയ വാഹനം ഓടിച്ചു കാണിക്കുകയും ചെയ്തിരുന്നു. ലോസ് ആഞ്ചൽസിൽ നിന്നും ന്യൂയോർക്ക് വരെ ഈ വാഹനത്തിൽ 4500 കിലോമീറ്റർ സഞ്ചരിക്കാൻ 83 ലിറ്റർ വെള്ളം മതിയാകുമെന്ന് ആലൻ മേയർ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ഈ അവകാശവാദങ്ങളെ വ്യാജ ശാസ്ത്രമായാണ് ചിത്രീകരിക്കപ്പെട്ടത്. ഈ ഒരു സാങ്കേതിക വിദ്യ വ്യാവസായികമായി ഉപയോഗപ്പെടുത്താനുള്ള അവകാശം സ്റ്റാൻലി മേയറിൽ നിന്നും കരസ്ഥമാക്കിയ 2 നിക്ഷേപകർ ഇദ്ദേഹത്തിനെതിരെ കോടതിയിൽ കേസ് കൊടുക്കുകയും കോടതി സ്റ്റാൻലി മേയറിനെ കുറ്റക്കാരനായി പ്രസ്താവിക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവങ്ങൾക്ക് ശേഷം 1998-ൽ സ്റ്റാൻലി മേയർ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുകയും അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്തുണ്ടായിരുന്ന ഈ സാങ്കേതിക വിദ്യയുടെ രേഖകൾ കണ്ടുകെട്ടുകയും ചെയ്തിരുന്നു. ഈ സംഭവങ്ങളെല്ലാം ആറി തണുത്ത് ഒരു 10-25 വർഷങ്ങൾക്ക് ശേഷം ഹൈഡ്രജൻ ഫ്യൂൽ സെല്ലിൽ ഓടുന്ന ഏറ്റവും പുതിയ ജനറേഷൻ കാറുകൾ പുറത്തിറക്കിക്കൊണ്ടാണ് ടൊയോട്ട അവരുടെ പുതിയ ആശയത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇന്ധന ചെലവ് കുറഞ്ഞതും അന്തരീക്ഷ മലിനീകരണം ഇല്ലാത്തതുമായ കാറുകൾ എന്ന നിലയ്ക്കാണ് FCEV അഥവാ ഹൈഡ്രജൻ സെൽ പവേർഡ് കാറുകളെ ടൊയോട്ട അവതരിപ്പിച്ചത്. 2022 മാർച്ചിലാണ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ മിനിസ്റ്ററായ നിതിൻ ഗഡ്കരി ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ഫ്യൂൽ സെൽ കാറായ ടൊയോട്ട മിറായി ലോഞ്ച് ചെയ്തത്. ടൊയോട്ട കിർലോസ്കർ മോട്ടോർ പ്രൈവറ്റ് ലിമിറ്റഡും ഐക്കാറ്റും ചേർന്നാണ് ഈ പൈലറ്റ് പ്രോജക്ടിന് മുൻകൈയെടുത്തത്. ഇന്ത്യൻ റോഡുകളിലും കാലാവസ്ഥയിലും ഹൈഡ്രജൻ ഫ്യൂൽ സെൽ കാറുകൾ എത്രത്തോളം പ്രാവർത്തികമാക്കാൻ സാധിക്കുമെന്ന് പഠിക്കാനും അതിനെക്കുറിച്ച് വിലയിരുത്താനും വേണ്ടിയാണ് ഈ പൈലറ്റ് പ്രോജക്ട് ചെയ്യുന്നത്. ടൊയോട്ടയുടെ ഈ മിറായി എന്ന പേരുള്ള കാറുകൾ ഇപ്പോൾ കേരളത്തിൽ വരെ എത്തിയിട്ടുണ്ട്. നിലവിൽ വാഹന വിപണി കൈയടക്കിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങളെ മറികടന്ന് ഭാവിയിൽ ഹൈഡ്രജൻ സെൽ പവേർഡ് വാഹനങ്ങൾ വിപണി കൈയടക്കും എന്ന് ഏകദേശം ഉറപ്പായിരിക്കുന്ന സമയത്താണ് വാട്ടർ പവേർഡ് വാഹനങ്ങളെ കുറിച്ചുള്ള ടൊയോട്ടയുടെ ഏറ്റവും പുതിയ പ്രഖ്യാപനം. ഇത് സത്യം പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ വാഹന നിർമ്മാതാക്കളെയും ഇന്ധന ഉൽപാദന രാജ്യങ്ങളെയും ഞെട്ടിച്ചിരിക്കുകയാണ്, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളെ.
ലോകത്ത് മൊത്തമായി ഏകദേശം 1.446 ബില്യൺ കാറുകൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2023 ഇതുവരെ ഏകദേശം 67.2 മില്യൺ കാറുകളാണ് ലോകത്ത് മൊത്തമായി വിൽപ്പന നടത്തിയിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ വാട്ടർ പവർഡ് കാറുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം അതേ രീതിയിൽ തന്നെ ഇന്ധനമായി ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വാട്ടർ എഞ്ചിന്റെ വരവോടെ വാഹനങ്ങൾ ഓടിക്കാനുള്ള ഇന്ധന ചെലവ് പിന്നീട് ഉണ്ടാവില്ല എന്നർത്ഥം. ഇനി നമുക്ക് ഈ വാട്ടർ എഞ്ചിൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. വാഹനങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന വാട്ടർ പവർഡ് എഞ്ചിൻ ഒരു വൈദ്യുത വിശ്ലേഷണ പ്രക്രിയയിലൂടെ ജല തന്മാത്രകളെ ഹൈഡ്രജനും ഓക്സിജനുമായി വേർതിരിക്കുന്നു. ഈ ഒരു പ്രക്രിയ സുഗമമാക്കുന്നതിന് ടാങ്കിന്റെ ഉള്ളിലെ ഇലക്ട്രോഡുകൾ ഉയർന്ന വോൾട്ടേജ് പുറപ്പെടുവിപ്പിക്കുന്നു. ഇപ്പോൾ നിലവിലുള്ള വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരുപാട് സേഫ്റ്റിയോട് കൂടിയുള്ള ഇന്ധന ടാങ്കുകളുടെ ആവശ്യം ഇവിടെ വരുന്നില്ല. വൈദ്യുത വിശ്ലേഷണത്തിലൂടെ വേർതിരിക്കപ്പെട്ട ഹൈഡ്രജൻ എഞ്ചിനിൽ എത്തിയ ശേഷം കമ്പഷൻ നടക്കുന്നു. വെള്ളത്തിൽ നിന്നും വേർതിരിക്കപ്പെട്ട ഹൈഡ്രജൻ അതേ അവസ്ഥയിൽ തന്നെ വാഹനത്തിനുള്ളിൽ സൂക്ഷിക്കപ്പെടാത്തതുകൊണ്ട് ഹൈഡ്രജൻ സംബന്ധിച്ചുണ്ടാവുന്ന അപകട സാധ്യതകളും തീരെയും ഉണ്ടാവുന്നില്ല. വാട്ടർ പവർഡ് കാറുകളുടെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത അവ അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാവുന്ന ഒന്നും തന്നെ പുറംതള്ളുന്നില്ല എന്നതാണ്. ഇത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിൽ പക്ഷേ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതായത് ചില കാര്യങ്ങൾ പുറത്ത് പറയാത്തതായി കിടക്കുന്നുണ്ടെന്നർത്ഥം. വെള്ളത്തിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വേർതിരിക്കാനുള്ള ഊർജം എവിടെ നിന്നാണ് വരുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു വിശദീകരണം ടൊയോട്ടയുടെ ഭാഗത്തു നിന്നും പറഞ്ഞതായി കേട്ടിട്ടില്ല. എന്തായാലും അതിന് പുറത്തു നിന്നുമുള്ള ഊർജം ആവശ്യമാണ്. അതിനെക്കുറിച്ചുള്ള ഒരു വിവരണം കൂടി കിട്ടിയാൽ മാത്രമേ ഇത് പൂർണ്ണമാവുകയുള്ളൂ. പെട്രോൾ, ഡീസൽ, ഇലക്ട്രിക് വാഹനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വാട്ടർ പവർഡ് വാഹനങ്ങൾക്ക് ഇലക്ട്രിസിറ്റിയോ പെട്രോളോ ഡീസലോ ഉപയോഗിക്കുമ്പോൾ ലഭിക്കുന്നതിലും കൂടുതൽ എഞ്ചിൻ പവർ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. കാലക്രമേണ വാട്ടർ എഞ്ചിൻ വാഹനങ്ങൾക്ക് പെട്രോൾ, ഡീസൽ വാഹനങ്ങളെക്കാൾ 3 മടങ്ങ് വരെ അധികം എഞ്ചിൻ പവർ കൈവരിക്കാൻ സാധിക്കുമെന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ വാട്ടർ എഞ്ചിൻ ഒരു വിപ്ലവം തന്നെയാണ് സമീപ ഭാവിയിൽ സൃഷ്ടിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വാട്ടർ പവർഡ് കാറുകളുടെ ഉൽപാദനത്തിനും വിപണനത്തിനും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എണ്ണ കമ്പനികളും ഇന്ധനം ഉൽപാദന രാജ്യങ്ങളും തടസ്സം നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിലവിൽ ടൊയോട്ട മാത്രമാണ് വാട്ടർ പവർഡ് വാഹനങ്ങളുടെ നിർമ്മാണത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. ഭാവിയിൽ മറ്റ് കമ്പനികളും ഇതിലേക്ക് കാലെടുത്ത് വെക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. എന്തായാലും സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് ഇതൊരു അനുകൂലമായ കാര്യമാണെങ്കിലും എണ്ണ കമ്പനികൾക്കും എണ്ണ ഉൽപാദനത്തെ ആശ്രയിച്ച് കഴിയുന്ന രാജ്യങ്ങൾക്കും ഇതൊരു വലിയ അടി തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ സംസാരിച്ചതുപോലെ വാട്ടർ പവർഡ് വാഹനങ്ങൾ എന്ന ആശയം ആദ്യമായി നടപ്പിലാക്കിയ വ്യക്തികൾക്ക് സംഭവിച്ചതുപോലെ ടൊയോട്ടയ്ക്ക് സംഭവിക്കാതിരിക്കട്ടെ. ടൊയോട്ടയുടെ ഈ ഒരു ആശയം അന്താരാഷ്ട്ര നിലയിൽ പ്രാവർത്തികമാക്കി ലോക നിരത്തുകളിൽ വാട്ടർ എഞ്ചിൻ വാഹനങ്ങൾ കൊണ്ടുവരാൻ ഇവർക്ക് സാധിക്കുമോ? ഇനി അങ്ങനെ സംഭവിച്ചാൽ തന്നെ ഇന്ധനത്തെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന രാജ്യങ്ങൾക്ക് പിന്നീട് എന്ത് സംഭവിക്കും? അതുപോലെ പെട്രോൾ, ഡീസൽ വാഹനങ്ങൾ നിർമ്മിക്കുന്ന ഭീമൻ കമ്പനികൾക്ക് എന്ത് സംഭവിക്കും? ലോകമെമ്പാടും എത്ര ലക്ഷം ജനങ്ങളുടെ ജോലി നഷ്ടപ്പെടും? സത്യം പറഞ്ഞാൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം ഇത് നടപ്പിലായാൽ പല രാജ്യങ്ങളുടെയും പല കമ്പനികളുടെയും വർഷങ്ങളായി പടുത്തുയർത്തിയ അവരുടെ സാമ്രാജ്യം ഒന്നുമില്ലാതെയാകും. അതുകൊണ്ട് തന്നെ അവരൊന്നും കയ്യും കെട്ടി നോക്കി നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാത്തിരുന്നു തന്നെ കാണേണ്ടിയിരിക്കുന്നു. ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്.